നമ്മുടെ യുവജനങ്ങളൊന്നും ഇവിടെ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അവർക്ക് ഇവിടെ ജീവിച്ച് വിജയിക്കാൻ സാധിക്കുക എന്നവർ ആശങ്കപ്പെടുകയാണ്. അതുകൊണ്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ മുതിർന്ന തലമുറയുടെ കാലം കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനൊരു സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വാസ്തവത്തിൽ ആശങ്കയില്ല. എത്രയോ നല്ല സമർത്ഥരായ യുവജനങ്ങൾ നമുക്കുണ്ട്. ഇവിടുത്തെ ഈ കേരളത്തിന്റെ പുരോഗതിക്ക് വികസനത്തിന് നിർണായകമായ പങ്ക് വഹിച്ച സമുദായം കൂടിയാണ്. കാർഷിക മേഖലയിൽ ഒക്കെ ഉള്ള സംഭാവനകൾ മറ്റും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് നമ്മുടെ യുവജനങ്ങൾ ആരും കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള അട്രാക്ഷൻ അവിടെ ഇല്ല. കാരണം കർഷകർ ഇന്ന് നിലനിർപ്പെടുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞു, കൊയ്ത്ത് നെല്ലെടുക്കാനാണില്ല, യന്ത്രങ്ങളില്ല, വിത്തും വളവുമില്ല. ഇങ്ങനെയുള്ള പരാതികൾ ഓരോ വർഷവും ആവർത്തിക്കപ്പെടുകയാണ്. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയെ, കർഷക ജനതയെ ഒരു കർഷക സമൃദ്ധ സർക്കാരായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കണം. കാർഷിക വൃത്തി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? കർഷകരിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അതുകൊണ്ട് കാർഷിക മേഖലയെ പ്രത്യേകമായി കണക്കിലെടുത്ത്, പ്രത്യേകിച്ച് കുട്ടനാട് അപ്പുറത്തനാട് മേഖലകളെ പ്രത്യേക കണക്കിലെടുത്ത് ഗൗരവമായി ചിന്തിക്കുകയും ക്രിയാത്മകമായ പ്രവർത്തനം ആവശ്യിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരായിട്ട് മാറണം നമ്മുടെ സർക്കാർ എന്ന് ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി തീർച്ചയായിട്ടും നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഈ അവസരത്തിൽ ഞങ്ങളുടെയും വികാരം ഇവിടെ ഈ അവസരത്തില് അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു.